The rotation of the earth, the sun comes down 2-3 degrees and the sunlight reflects inside in the white marks that are deposits of salt. Right? And when that happens, all the cave gets illuminated like a church. Oh, really? And in the sides, the first dark line is the maximum high of the tide after the moon that reached the 4 meters of height. ഫാറോ പോർച്ചുഗലിൽ നിന്നും 60 കിലോമീറ്റർ മാറി ബെനാഗിൽ ബീച്ചിലാണ് ഞങ്ങളിപ്പോൾ. ആൽബുഫേരിയ ഏരിയയിലെ ബീച്ചുകൾ എല്ലാം ലോകപ്രസിദ്ധമാണ്. ശാന്തമായ ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു ബെനാഗിൽ. ഇവിടുത്തെ മനോഹരമായ കേവുകൾ ബെനാഗിലിനെ ലോകപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാക്കി. ഇവിടെ 20ലധികം നാച്ചുറലായ പ്രധാന കേവുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് ബെനഗിൽ കേവ്. ഇതിൻ്റെ യഥാർത്ഥ പേര് അൽഗാർ ദെ ബെനഗിൽ എന്നാണ്. 2014 ഹഫിംഗ്ടൺ പോസ്റ്റ് മാഗസിൻ ബെനഗിൽ കേവിനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 10 കേവുകളുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബെനഗിൽ കേവ് ബെനഗിൽ ബീച്ചിൻ്റെ സമീപമാണ്. പോർച്ചുഗലിലെ അൽഗാർബെ റീജിയനിൽ ആണ് ബെനഗിൽ. 20 മില്യൺ വർഷത്തിലധികമായി ഈ ഗുഹ രൂപപ്പെട്ടിട്ട്. ഈ പ്രകൃതി നിർമ്മിത ഗ്രോട്ടോകൾ ബോട്ട് വഴി മാത്രമേ ഉള്ളിലേക്ക് എത്തിപ്പെടാനാവൂ. കായകോ പാഡിൽ ബോട്ടോ വേണമെങ്കിൽ വാടകയ്ക്കെടുക്കാം. വളരെ ബോട്ട് ട്രാഫിക് ഉള്ളതിനാൽ നീന്തുന്നത് അപകടകരമാണ്. ഞങ്ങൾ 15 കേവുകൾ ഉൾപ്പെടുന്ന സ്കിപ്പ് ടൂർ ആണ് തിരഞ്ഞെടുത്തത്. And here we have the most famous cave, the Algar de Benagil. Oh, most famous cave. Yes, inside it's only made by sea, called Kayak. Oh, this was made by sea. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രശസ്തമായ അൽഗാർ ദെ ബെനഗിൽ അഥവാ ബെനഗിൽ കേവ്. അൽഗാർബെ പ്രദേശത്തെ എല്ലാ കടൽ കേവുകളെയും പോലെ ഈ കേവും അറ്റ്ലാന്റിക് ഓഷ്യനിലെ തിരകളാൽ രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ മുകളിൽ മഴവെള്ളം മൃദുവായ ലൈംസ്റ്റോൺ ഏരിയയിൽ ഒരു തുളയുണ്ടാക്കി സൂര്യപ്രകാശം ഇതിലൂടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ഇടയാക്കി. ഞങ്ങൾ റെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ബോട്ടിൽ 8 പേരെയെ അനുവദിക്കൂ. ഞങ്ങൾ മൊത്തം 9 പേർ ഉള്ള ടീമായതിനാൽ 2 ബോട്ടിലാണ് പോകുന്നത്. ഈ എതിരെ കാണുന്നതാണ് ഞങ്ങളുടെ മറ്റേ ടീം. ഞങ്ങളുടെ ബോട്ടിൽ ഞങ്ങൾ 5 പേരും മറ്റ് 3 യാത്രക്കാരും 2 ബോട്ട് ക്യാപ്റ്റന്മാരുമാണ് ഉള്ളത്. ഇപ്പോൾ ഈ ബോട്ട് ക്യാപ്റ്റന്മാരും അവിടെ നീന്തുന്ന സ്ത്രീയും തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ബോട്ട് ട്രാഫിക് ഉള്ളതിനാൽ നീന്താൻ പറ്റുകയില്ലാത്ത ഏരിയയാണ്. പക്ഷേ ആ സ്ത്രീ അതൊന്നും വഹിക്കാതെ അവിടെ നീന്തിക്കൊണ്ടിരിക്കുകയും അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് ഏറ്റവും പ്രശസ്തമായ ബെനഗിൽ കേവ്. അതിൻ്റെ മുകളിൽ നാച്ചുറൽ ആയി രൂപപ്പെട്ട ദ്വാരത്തിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശം ഈ ചുണ്ണാമ്പ് കല്ലുകളെ മനോഹരമായി ഇലിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ആ നീന്തുന്നവരുമായിട്ടുള്ള തർക്കം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീന്താൻ പറ്റാത്ത ഏരിയ ആണെന്നുള്ള കാര്യം അവർ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്ത് അവിടെ എല്ലാ സേഫ്റ്റി റൂളുകളെയും അവഗണിച്ച് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെവിടെ ഇവര് ഇവിടെ വഴക്കുണ്ടാക്കുക. They're not supposed to be swimming here, right? No, it's not allowed to swim here. Yeah, the boats are coming. Yeah. But some people don't understand that. Right, yeah. ഈ ഗുഹയുടെ അടിയിലുള്ള ചെറിയ ബീച്ച് ഏരിയയിൽ കുറേ ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നതായി കാണാം. അവർ കയാക്കിലും പെഡൽ ബോട്ടിലുമൊക്കെയായി ഇവിടെ വന്നിറങ്ങിയതാണ്. അവിടെ അവർ എത്തിയ വളരെയേറെ കയാക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന ഗുഹാധാരത്തിലൂടെയാണ് ബോട്ടുകൾ ഇങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ 11 പേരുള്ള ഒരു പ്രൈവറ്റ് ബോട്ട് ടൂർ സംഘം ഇവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. അവരുടെ ബോട്ട് ഇവിടേക്ക് പ്രവേശിച്ചതിന് ശേഷമേ ഞങ്ങളുടെ ബോട്ടിന് ഇവിടം വിട്ടുപോകാനാവൂ. അവർ ഇപ്പോൾ ആ ദ്വാരവും കടന്ന് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബോട്ട് ബെനഗിൽ കേവിൽ നിന്നും അടുത്ത കേവിലേക്ക് നീങ്ങുകയാണ്.
ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ബെനഗിൽ പ്രദേശമാണ്. ഇവിടെ നമ്മുടെ മുന്നിൽ കയാക്കെടുത്ത് തുഴഞ്ഞു പോകുന്ന കുറേ ആൾക്കാരെ കാണാം. മുൻപിൽ കാണുന്ന ഈ പാറകളും അതിൻ്റെ മുകളിലായി കാണുന്ന ആകാശത്തിൻ്റെ ഭാഗവും എത്ര കളർഫുൾ ആയിരിക്കുന്നു. Here in the left side we have Runner Beach. Oh, Runner Beach. Desert beach and yes, it's only made by sea, okay? Oh, ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ബോട്ടിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് റണ്ണർ ബീച്ച്. കേവുകൾക്കിടയിലുള്ള സമുദ്രനിർമ്മിതമായ ഈ ബീച്ചിൽ ബോട്ടിലെ എത്തിച്ചേരാനാവൂ. ഇപ്പോൾ വളരെ ആളുകൾ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ശക്തമായ തിരമാലകൾ കാലങ്ങളോളം ഈ പാറയിലിടിച്ച് പാറ അല്പാൽപമായി ദ്രവിച്ച് നൂറുകണക്കിന് വർഷം കൊണ്ട് രൂപപ്പെട്ടതാണ് പാറകൾക്കിടയിലുള്ള ഈ റണ്ണർ ബീച്ച്. ഇനി നമ്മുടെ ബോട്ടിൻ്റെ ഇടതുഭാഗത്ത് ശ്രദ്ധിച്ചോളൂ. അവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള പാറ കാണാം. And in the front, in the rock, you can see a shape of a face, a rock. അതെ, ഞങ്ങളുടെ ബോട്ടിൻ്റെ മുൻപിൽ ഇടതുഭാഗത്ത് കാണുന്ന പാറ ഒരു മനുഷ്യൻ്റെ മുഖത്തിൻ്റെ ആകൃതിയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നെറ്റിയും മൂക്കും വായുമൊക്കെയുള്ള ഒരു മനുഷ്യമുഖത്തിൻ്റെ ആകൃതിയിൽ പ്രകൃത്യാ രൂപപ്പെട്ടതാണ് ഈ പാറ. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അവിടെ മുൻപിൽ അകലെയായി ഒരു കപ്പൽ കാണാം. സാധാരണയായി പോർച്ചുഗൽ സന്ദർശിക്കുന്ന ആളുകൾ ഫാറോ, ലിസ്ബൺ, പോർട്ടോ എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിക്കാറുള്ളത്. പക്ഷേ ബെനഗിൽ ഏരിയയിലെ കേവുകൾ കാണാതെയുള്ള പോർച്ചുഗൽ യാത്ര പൂർണ്ണമാവില്ല. ഈ കേവുകൾ, പ്രത്യേകിച്ച് അൽഗാർ ദെ ബെനഗിൽ, ശാന്തമായ മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ബെനഗിലിനെ ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റി. You can see fossils of starfish, the round one. oh yeah, That is starfish, fossils of starfish. Okay? yeah. ക്യാപ്റ്റൻ പറഞ്ഞത് ഈ കാണുന്ന പാറകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് സ്റ്റാർഫിഷിൻ്റെ ഫോസിലുകൾ കാണാൻ സാധിക്കും എന്നാണ്. ഇത് അത്ര വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഇവിടെയായി സ്റ്റാർഫിഷിൻ്റെ ഫോസിലുകൾ നമുക്ക് കാണാം. ഇനി നമ്മൾ വീണ്ടും മുൻപോട്ട് നീങ്ങുകയാണ്. അല്പം മുൻപിലായി ഇടതുവശത്തെ പാറയിൽ വളരെ വ്യക്തമായി കാണാവുന്ന സ്റ്റാർഫിഷ് ഫോസിൽ ശ്രദ്ധിക്കുക. Nikki, here you have one fossil of starfish as well. on the rock. Oh yeah, right. ഈ കാണുന്നതാണ് പാറയിലുള്ള വ്യക്തമായി കാണാവുന്ന സ്റ്റാർഫിഷ് ഫോസിൽ. And in the front we have Angry Dog Cave. Oh, This this. cave was very similar to the most famous, the Algarve. Okay. ഇപ്പോൾ മുൻപിൽ ഇടതുവശത്തായി കാണുന്നതാണ് ആംഗ്രി ഡോഗ് കേവ്. ഇതും ബെനഗിൽ കേവ് പോലെ തന്നെ വളരെ പ്രശസ്തമായതാണ്. ഇതിൻ്റെ ഉള്ളിൽ പല ഗുഹകൾ ഉണ്ട്. ഇതും മറ്റെല്ലാ കേവുകളെയും പോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തിരകളാൽ സ്വയം രൂപപ്പെട്ടതാണ്. അവിടെ കയാക്കിലും പാഡിൽ ബോട്ടിലും വന്ന കുറേ ആൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ട്. ഇനിയും വളരെയേറെ വിചിത്രമായ ഗുഹകൾ ഇവിടെയുണ്ട്. അവയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ കാണാൻ മറക്കല്ലേ. അതുപോലെ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. We will see you in the second part of this video.